ഹായ് ഡിയേഴ്സ്, ഡിറ്റക്റ്റീവ് ഉജ്ജ്വല എന്ന പുതിയ മൂവിയുടെ കഥ കേട്ടാലോ? കഥയുടെ ചുരുക്കമെന്നാൽ, കേരളത്തിലെ പ്ലാച്ചിക്കാവ് എന്ന് പറഞ്ഞ സ്ഥലത്ത് മാസ്ക് വെച്ച ഒരു കില്ലർ അവിടെയുള്ള ആണുങ്ങളെ എല്ലാം കൊല്ലുന്നു. ഹീറോയാണെങ്കിൽ ഡിറ്റക്റ്റീവായ നോവലുകളെല്ലാം വായിച്ച് ആ നാട്ടിൽ തന്നെയാണ് ജീവിക്കുന്നത്. അവിടെയുള്ള പോലീസുകാർക്കെല്ലാം സഹായകനുമാണ് ഹീറോ. തുടർ കൊലപാതകം ചെയ്തത് ആരാണെന്ന് കണ്ടുപിടിക്കാൻ ഡിറ്റക്റ്റീവായ നമ്മുടെ ഹീറോയ്ക്ക് കഴിയുമോ എന്ന് കണ്ടറിയാം. എന്റെ ചാനലിലേക്ക് പുതുതായിട്ട് വന്ന കൂട്ടുകാർ എന്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. നമുക്ക് കഥയിലേക്ക് കടക്കാം. കഥയുടെ തുടക്കം പ്ലാച്ചിക്കാവ് എന്ന് പറഞ്ഞ ഒരു മനോഹരമായ ഒരു ഗ്രാമം കാണിക്കുന്നു. അവിടെ 50 വീട്ടുകാരാണ് താമസിക്കുന്നത്. ഇതൊരു ചെറിയൊരു ഗ്രാമമാണ്. ആ നാട്ടിൽ തന്നെയാണ് നമ്മുടെ ഹീറോയുടെ വീടും. ഹീറോയുടെ അമ്മയും അച്ഛനും ആണെങ്കിൽ അശോകന്റെ വീട്ടിലേക്ക് പെണ്ണ് ആലോചിക്കാനായിട്ട് അവർ പോവുകയാണ്. അശോകൻ പറയാണ്, നിങ്ങളുടെ മോന് ഞാൻ എന്തായാലും പെണ്ണിനെ തരില്ല. അവനാണെങ്കിൽ ജോലിയും കൂലിയും ഒന്നുമില്ല. അവനാണ് ഈ നാട്ടിൽ തെണ്ടിത്തിരിഞ്ഞ് നടക്കുവല്ലേ. അങ്ങനെയുള്ളവൻ എങ്ങനെയാണ് ഞാൻ പെണ്ണ് കൊടുക്കുന്നത്? ഹീറോയുടെ അച്ഛൻ പറയാണ്, അശോക നീ എന്താ ഇങ്ങനെ പറയുന്നത്? ഇവിടുത്തെ പോലീസ് സ്റ്റേഷനിലുള്ള എല്ലാ കേസിലും കണ്ടുപിടിച്ച് കുറ്റവാളികളെല്ലാം അകത്താക്കുന്നതും എന്റെ മോനല്ലേ? അത് കേട്ട് അശോകൻ പറയാണ്, അല്ലേലും ഈ പോലീസ് സ്റ്റേഷൻ എന്തിനു കൊള്ളാം? ഈ പോലീസ് സ്റ്റേഷൻ തന്നെ ഒരു വേസ്റ്റ് ആണ്. ഇവിടെ വലിയ കേസൊന്നും ഇല്ലല്ലോ. ഇതിനുശേഷം അടുത്ത സീൻ കാണിക്കുന്നത്, ഒരു കുട്ടിയാണെങ്കിൽ ഓടി വന്നിട്ട്, ഉജ്ജ്വൽ ചേട്ടാ ഓടി വാ, ഞങ്ങൾക്കൊരു കേസുണ്ട്, അത് പരിഹരിക്കണം. ഷർലാക്കിന്റെ ബുക്ക് പഠിച്ചുകൊണ്ടിരുന്ന ഹീറോയാണെങ്കിൽ ആ കുട്ടി പറഞ്ഞ പോലെ ഒരു വീട്ടിലേക്ക് പോവുകയാണ്. ആ വീട്ടിലാണെങ്കിൽ ഒരു ഗോൾഡ് ചെയിൻ നഷ്ടപ്പെട്ടിരിക്കുന്നു. അത് കണ്ടുപിടിക്കാനാണ് ഹീറോ അങ്ങോട്ടേക്ക് വന്നിരിക്കുന്നതും. ഹീറോ അകത്തും എല്ലായിടത്തും പോയി നോക്കുവാണ് ആ ചെയിന്. അപ്പോഴാണ് അവിടെ ഒരു പൂച്ചക്കുട്ടിയെ കാണുന്നത്. ഈ പൂച്ചക്കുട്ടിയാണ് ആ ചെയിൻ എടുത്തതെന്ന് പറയാണ്. ഈ പൂച്ചക്കുട്ടി എങ്ങനെയാ ചെയിൻ എടുത്തത്? അങ്ങനെയല്ല, ഈ ചെയിൻ ആണെങ്കിൽ ആ പൂച്ച എടുത്ത് ആ തേങ്ങയുടെ ഇടയിലേക്ക് കൊണ്ടുവച്ചിട്ടുണ്ട്. ഇതെല്ലാം ഹീറോയ്ക്ക് എങ്ങനെയാ മനസ്സിലായെന്ന് വെച്ചാൽ ബെഡ്റൂമിൽ വന്ന് നോക്കിയപ്പോഴത്തേക്കിനും അതിന്റെ പൂച്ചയുടെ കൂടെയെല്ലാം അവിടെ കാണുകയാണ്. അത് കണ്ടപ്പോഴാണ് ഹീറോയ്ക്ക് ഒരു സംശയം തോന്നുന്നത്. അതുകൊണ്ട് തന്നെ ഹീറോയാണെങ്കിൽ അത് കണ്ടുപിടിച്ച് കൊടുക്കുകയാണ്. ആ നാട്ടിൽ എന്തെങ്കിലും കാണാതെ പോയാലും ഹീറോയാണ് കണ്ടുപിടിച്ച് കൊടുക്കുന്നത്. അടുത്ത സീൻ കാണിക്കുന്നത് അവിടുത്തെ ഒരു ലോക്കൽ പോലീസ് സ്റ്റേഷൻ ആണ്. അവിടുത്തെ SI ആയ സച്ചിനെ ഇന്റർവ്യൂ ചെയ്യാനായി ജേർണലിസ്റ്റ് വന്നിരിക്കുകയാണ്. ആ നാടിനെ എല്ലാം പരിചയപ്പെടുത്തിട്ട് ഇവിടെ നാട്ടിലുള്ളവരെല്ലാം നല്ലവരാണെന്നൊക്കെ പറയുകയാണ്. ഇവിടെയുള്ള ക്രൈമുകളെല്ലാം തീരെ കുറവാണ്. 1-2 ക്രൈമുകൾ മാത്രമേ ഇവിടെ ഉണ്ടാകുകയുള്ളൂ. ഇതൊരു അഴകായ ഗ്രാമമാണെന്ന് SI പരിചയപ്പെടുത്തി കൊടുക്കുകയാണ്. അന്ന് രാത്രിയിലായപ്പോഴത്തേക്കിന് ഹീറോയുടെ പെണ്ണ് കാണാൻ പോയ ആ വീട്ടിലില്ലേ അശോകൻ, അയാളാണെങ്കിൽ രാത്രിയിൽ വയലിൽ കൂടെ നടന്നു വരികയായിരുന്നു. ഒരു മാസ്ക് ഇട്ട കില്ലർ അങ്ങോട്ടേക്ക് വരികയാണ്. അശോകനെ പിടിച്ചിട്ട് തെള്ളി താഴേക്കിടുകയും കുറെ അടിക്കുകയും ചെയ്യുന്നു. അതിലിരുന്ന ഒരു ചുറ്റിക എടുത്ത് തലയിലേക്ക് അടിച്ചടിച്ച് കൊല്ലുകയാണ്. ഇതാണ് ഫസ്റ്റ് കില്ലിംഗ്. ഇതോടെ പടം ആരംഭിക്കുകയാണ്. ഈ മരണത്തോടെ തന്നെ അവർ നാട്ടിലുള്ളവരെല്ലാം പേടിച്ചിരിക്കുകയാണ്. SI ആണെങ്കിൽ വന്നിട്ട് ആ ബോഡി പരിശോധിച്ച് നോക്കുകയാണ്. അശോകനെ ചുറ്റികയ്ക്കിട്ട് അടിച്ചടിച്ചാണ് കൊന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ കേസിന് വേണ്ടി ഹീറോ അങ്ങോട്ടേക്ക് വരികയാണ്. ഹീറോയാണെങ്കിൽ ആ ബോഡി കാണുമ്പോൾ തന്നെ ഹീറോയ്ക്ക് ഒരു തല കറക്കം പോലെ തോന്നുകയാണ്. കാരണം ഹീറോയുടെ ജീവിതത്തിൽ ഒരു പ്രശ്നം ഉണ്ടായിട്ടുണ്ട്. അതിപ്പോൾ പറയുന്നില്ല. ഹീറോയാണെങ്കിൽ ചെവിയിൽ ഒരു ഹെഡ്സെറ്റ് വെച്ചിട്ട് സൗണ്ട് കൂട്ടി ഒരു ഇംഗ്ലീഷ് പാട്ട് ഇട്ടേക്കുകയാണ്. എന്നിട്ട് ആ ബോഡിയുടെ അടുത്തേക്ക് വന്നിട്ട് പരിശോധിച്ച് നോക്കുന്നു. അവിടെ സൈഡിലായിട്ട് ഒരു പിഞ്ചിയ ചെരുപ്പും ഒരു വീഡിയും കണ്ടു. ഹീറോ പറയാണ്, ഈ ചെരുപ്പിന്റെ സൈസ് 9. ഈ വീഡിയാണെങ്കിൽ ഈ വീഡിയോ ഒരുപാട് ഉപയോഗിക്കുന്നത് അരവിന്ദൻ എന്ന് പറഞ്ഞ ഒരാളാണ് ഈ ഗ്രാമത്തിലുള്ള. അവനാണെന്നാണ് ഹീറോ പറയുന്നത്. അരവിന്ദനാണെന്ന് വിചാരിച്ചു. അവനെയാണ് പോലീസ് അറസ്റ്റ് ചെയ്യുന്നു. അതോടെ ഈ കേസ് അവസാനിക്കുന്നു. അടുത്ത ദിവസം ഇതേപോലെ തന്നെ കൊല നടക്കുകയാണ്. അതേപോലെ തന്നെ ഹീറോ വന്ന് ആ ബോഡി നോക്കിയാണ്. എന്നിട്ട് പറയാണ്, ഇത് ഈ കൊല ചെയ്തത് അരവിന്ദനല്ല, വേറെ ആരോ ആണ്. ആ ബോഡി കൊടൂരമായാണ് അടിച്ചു കൊന്നിരിക്കുന്നത്. ഒരു മൃഗത്തെ അടിച്ചു കൊല്ലുന്ന പോലെ. നമ്മുടെ നാട്ടിലെ ഈ കൊലകൾക്കെല്ലാം പിന്നിൽ ഒരു സീരിയൽ കില്ലറാണ്. ഹീറോ എല്ലാവരോടും പറയാണ്, ഇതുപോലെ തന്നെ ഇനിയും കൊലകൾ നടക്കും. അതുകൊണ്ട് തന്നെ നിങ്ങൾ തന്നെ നിങ്ങളെ സേഫ് ആയിട്ട് വെക്കുക. അതുമാത്രമല്ല, ആരാണെങ്കിലും അയാളെ ഞാൻ കണ്ടുപിടിക്കുമെന്ന് ഹീറോ പറയാണ്. നോമോൻ ഇപ്പോൾ വാർത്തക്കകത്തെല്ലാം പറയുന്നത് ആ ഗ്രാമത്തെ കുറിച്ചാണ്. ആ നാട്ടിലാണ് 2 പേര് മരിച്ചിരിക്കുന്നു. അതുപോലെ തന്നെ ഇനി ആൾക്കാർ മരിക്കാൻ സാധ്യതയുണ്ട്. അവിടുത്തെ പോലീസുകാരൊന്നും ഇത് കണ്ടുപിടിക്കില്ല എന്നൊക്കെയാണ് ഈ വാർത്തക്കകത്ത് ഈ ജോമോൻ പറയുന്നത്. ഈ കേസ് അന്വേഷിക്കാൻ ഷ്യാം എന്ന പോലീസുകാരൻ എത്തുകയാണ്. ഇയാൾ ചെല്ലുന്നിടത്ത് എല്ലാ കേസുകളും ഇയാൾ തന്നെയാണ് കണ്ടുപിടിച്ചിരിക്കുന്നത്. ഇയാളാണെങ്കിൽ ആ ഗ്രാമത്തിൽ വന്ന് ഇറങ്ങിയാണ്. അവിടുത്തെ നാട്ടുകാരോടെല്ലാം പ്രസംഗിക്കുകയാണ്. കില്ലർ ആളാണെന്ന് വെച്ചാൽ ഈ ഗ്രാമത്തിലുള്ള ആളാണ്. അതാരാണെന്ന് ഞാൻ തന്നെ കണ്ടുപിടിക്കും. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ എല്ലാവരുടെയും സഹായം എനിക്ക് വേണമെന്നും അയാൾ പറയുന്നു. ഹീറോയ്ക്കാണെങ്കിൽ ഈ ഓഫീസർ വന്നത് തീരെ പിടിച്ചിട്ടില്ല. ഈ ഓഫീസർ വന്നിട്ട് നല്ല രീതിയിൽ തന്നെ അവിടെ പരിശോധനകൾ നടത്തുന്നു. ഇത് കണ്ടിട്ട് ഹീറോ വിചാരിക്കുകയാണ്, ഇത്രയും നാളും ഈ നാട്ടിലെ എല്ലാ പ്രശ്നങ്ങളും പരിഹരിച്ച ഡിറ്റക്റ്റീവ് ഞാനായിരുന്നു. എവിടുന്നോ വന്ന ഒരു പുതിയ ഓഫീസർ ഇവിടെ നാട്ടിൽ വന്ന പുതിയ സാധനങ്ങൾ വെച്ചിട്ട് പരിശോധന നടത്തി ബില്ലപ്പ് കാണിക്കുകയാണെന്ന് ഹീറോയ്ക്ക് തോന്നുകയാണ്. ഹീറോയുടെ അച്ഛനാണെങ്കിൽ ആ ഓഫീസറിന് താമസിക്കാൻ ഹീറോയുടെ വീടിന്റെ അടുത്ത് തന്നെ മറ്റൊരു വീട് കൊടുക്കുകയാണ്. ഇതറിഞ്ഞ ഹീറോയ്ക്കാണെങ്കിൽ ഒട്ടും
പിടിച്ചില്ല. ഹീറോയാണെങ്കിൽ അങ്ങോട്ടേക്ക് പോവുകയാണ്. ഓഫീസറിന്റെ മഞ്ഞ കളറിലുള്ള വണ്ടി വന്ന് നോക്കുകയാണ്. ആ കാറ് വന്ന് നോക്കിയിട്ട് പറയാണ്, ഇവനൊക്കെ കേസ് കണ്ടുപിടിക്കോ? ഒരിക്കലും കണ്ടുപിടിക്കില്ലെന്ന് അവൻ മനസ്സിൽ വിചാരിച്ചോണ്ടിരിക്കുമ്പോൾ തന്നെ അവിടെ ആ ഓഫീസർ വന്നിരുന്നു. ആ ഓഫീസർ ചോദിക്കുകയാണ്, നീ എന്താ ഇവിടെ വന്നേന്ന്? ഒന്നുമില്ല സാറേ, സാറിനെ കാണുവാനാണ് വന്നത്. അച്ഛനാണെങ്കിൽ ഈ വീടിന്റെ കീ തന്നിരുന്നു, അതുകൊണ്ട് തരാനാ വന്നെന്ന് പറയുന്നു. എങ്കിൽ നീ വാ, അകത്തേക്ക് വരാൻ വേണ്ടി ആ ഓഫീസർ ഹീറോയോട് പറയാണ്. ഹീറോയാണെങ്കിൽ ആ ഓഫീസറെ ആ വീട് മൊത്തം കാണിക്കുകയാണ്. അതിനുശേഷം അവിടുന്ന് പോവുകയാണ്. അന്ന് രാത്രി തന്നെ ആ കില്ലർ ആണെങ്കിൽ ഒരാളെ ക്രൂരമായി കൊല്ലുന്നു. ഒരു മരത്തിലാണെങ്കിൽ കെട്ടിത്തൂക്കി ഇട്ടേക്കുകയായിരുന്നു. അവിടേക്ക് ആ പുതിയ ഓഫീസറും പോലീസുകാരും എത്തുകയാണ്. ഇവിടെ പരിശോധന നടത്തിയിട്ട് പറയാണ്, ഇവിടെ ഈ കൊലപാതകം ചെയ്ത ആള് നല്ല ആരോഗ്യമുള്ള ഒരാളാണ്. അതുകൊണ്ട് തന്നെയാണല്ലോ ഇയാളെ കൊന്നിട്ട് ആ മരത്തിന്റെ ഉള്ളിൽ കെട്ടിത്തൂക്കിയിരിക്കുന്നതും. അതുമാത്രമല്ല അവൻ ഗ്ലൗസും കൂടെ യൂസ് ചെയ്തിട്ടാണ് ഈ കൊലപാതകം നടത്തിയിരിക്കുന്നത്, തെളിവ് കിട്ടാതിരിക്കാൻ. ഹീറോ പറയാണ്, ഈ ക്രൈം ചെയ്ത ആളെ എനിക്ക് മനസ്സിലായി. നല്ല ശരീരവും ബോഡിയുള്ള ഒരുത്തൻ ഇവിടെയുണ്ട്, അവനായിരിക്കാം എന്ന് പറയാണ്. അപ്പോൾ ഓഫീസർ പറയാണ്, എനിക്കാണെങ്കിൽ അയാളെ അല്ല സംശയം, നിന്റെ അച്ഛനെയാണ്. ആ കൊലപാതകം നടത്തിയ ആള് നല്ല ഫിറ്റുള്ള ശരീരമാണ്, അതുപോലെ തന്നെയാണ് നിന്റെ അച്ഛനും ഫിറ്റുള്ള ശരീരവുമാണ്. അതുമാത്രമല്ല ആ ബോഡി ആണെങ്കിൽ മൂടി വെച്ചിരുന്ന ആ ബെഡ്ഷീറ്റ് ആണെങ്കിൽ ഞാൻ കടന്ന ആ മുറിയിൽ വെച്ച് എനിക്ക് കിട്ടിയിരുന്നു. അപ്പോൾ അത് നിന്റെ അച്ഛനല്ലേ കൊണ്ടുവച്ചത്. ഇതെല്ലാം കൂടി ഹീറോയുടെ അച്ഛന്റെ മേലിലോട്ട് വെക്കുവാനായി ശ്രമിക്കുകയാണ്. ഇതെല്ലാം കേട്ടിട്ട് ഹീറോയ്ക്ക് എന്ത് ചെയ്യണമെന്ന് അറിയില്ല. അവിടുത്തെ നാട്ടുകാരെല്ലാം ഹീറോയെ വല്ലാതെ നോക്കുകയാണ്. ഓഫീസർ ആണെങ്കിൽ ഹീറോയോട് പറയാണ്, നീ എന്തായാലും ഈ കേസിന്റെ പിന്നിലേക്ക് പോകണ്ട, ഞാൻ എന്തായാലും കണ്ടുപിടിക്കാമെന്ന് പറയാണ്. അപ്പൊ തന്നെ ഹീറോ പറയാണ്, എനിക്ക് മനസ്സിലായി, നീ തന്നെയാണ് കില്ലർ, യഥാർത്ഥ പ്രതിയെ ഞാൻ കണ്ടുപിടിക്കുമെന്ന് പറഞ്ഞ് ഹീറോ അവിടുന്ന് പോവുകയാണ്. ഇവന് ശേഷം ആ നാട്ടിലാണെങ്കിൽ തുടർ കൊലപാതകങ്ങൾ നടക്കുകയാണ്. ഹീറോയ്ക്കാണെങ്കിൽ ആ പോലീസ് ഉദ്യോഗസ്ഥനായ ശംഭുവിന്റെ പേരിലാണ് സംശയമുള്ളത്. ഹീറോയ്ക്ക് സംശയമുള്ളത് കൊണ്ട് തന്നെ ആ പോലീസുകാരനെ നിരീക്ഷിക്കാനായിട്ട് ഹീറോയുടെ കൂട്ടുകാരന്മാരെ എല്ലാം വിടുകയാണ്. ഹീറോയാണെങ്കിൽ ആ കില്ലർ വരുന്ന ആ സ്പോട്ടിൽ വന്ന് നിൽക്കുകയാണ്. എന്തായാലും ഇന്ന് രാത്രി തന്നെ അയാളെ പിടിക്കണമെന്നാണ് ഹീറോയുടെ വാശിയും. ഹീറോയുടെ മുന്നിൽ ഇപ്പൊ ആ കില്ലർ വന്നിരിക്കുകയാണ്. അപ്പോൾ ഹീറോ പറയാണ്, നീയാടാ ശംഭു, നീയാണെന്ന് എനിക്കറിയാം, നീ മര്യാദയ്ക്ക് മാസ്ക് മാറ്റാനായി പറയാണ്. അതാ പോലീസുകാരൻ ശംഭു ആണെന്ന് വിചാരിച്ച് അവന്റെ മാസ്ക് മാറ്റുവാനായി ശ്രമിക്കുകയാണ്. എന്നാലോ ശംഭു ആണെങ്കിൽ ഇപ്പൊ അവന്റെ വീട്ടിൽ തന്നെയാണ് ഉള്ളത്. കില്ലറുമായിട്ട് ഹീറോ ഇപ്പൊ അടി ഉണ്ടാക്കിയാണ്. അതേ സമയത്താണ് അവിടെ ഹീറോയുടെ ഫ്രണ്ട് വന്ന് പറയാനാടാ ശംഭു ആണെങ്കിൽ അവന്റെ വീട്ടിലുണ്ട്. അപ്പോഴത്തേക്കും ഹീറോയാണ് ഞെട്ടിപ്പോവുകയാണ്. അവരെല്ലാരും കൂടെ വന്നത് കൊണ്ട് തന്നെ ആ കില്ലറിൽ നിന്ന് ഹീറോ രക്ഷപ്പെടുകയാണ്. ഹീറോയ്ക്ക് ഇതൊക്കെ സംഭവിച്ചപ്പോൾ ഹീറോയ്ക്ക് ഭയങ്കര ടെൻഷനായി. ഇതിനെല്ലാം കാരണം എന്താണെന്ന് വെച്ചാൽ ഹീറോയ്ക്ക് ഒരു പ്ലാസ്റ്റിക് ബാഗ് കാണിക്കുന്നു. ഹീറോയുടെ ചെറുപ്പത്തിൽ ഹീറോയുടെ അനിയന്റെ കൂടെ ഇരിക്കുന്ന സമയത്താണ് ഹീറോയുടെ അച്ഛനാണെങ്കിൽ ഒരു കഥ പറയാണ്. രാത്രിയാകുമ്പോൾ തവളയെല്ലാം ഇറങ്ങും, അതാണെങ്കിൽ വന്നിട്ട് പഠിക്കാത്ത പിള്ളേരും അലമ്പ് കാണിക്കുന്ന പിള്ളേരെ എല്ലാം അടിച്ചു കൊല്ലും. രാത്രിയാകുമ്പോൾ ഒരു മലയുടെ അടിയിലേക്ക് കൊണ്ടുവന്നിട്ട് അവരെ എല്ലാം അടിച്ചു കൊല്ലുമെന്നൊക്കെ പറയാണ്. ചെറിയ പ്രായത്തിൽ തന്നെ ഹീറോയാണെങ്കിൽ ആ കഥ കേട്ടപ്പോൾ തന്നെ ആ മലയുടെ പുറകിൽ തന്നെ ആ കൊക്രാച്ചുകൾ ഉണ്ടോ എന്നറിയാൻ ഹീറോ തീരുമാനിക്കുന്നു. അന്ന് രാത്രിയിൽ ബാബുവിനെ കൂട്ടി ഹീറോ ആരും അറിയാതെ അവിടുന്ന് പോകുന്നു. ആ മലയുടെ അടുത്തേക്ക് പോക്കിയാണ്. അന്ന് ഹീറോയുടെ കൂടെ വന്ന ആ കുട്ടി അനിയനെ കാണാതായി പോകുന്നു. അവനെ കാണാത്തതുകൊണ്ട് ഹീറോ അവിടെയെല്ലാം നോക്കിയാണ്. പെട്ടെന്ന് തന്നെ ഒരു വല്ലാത്ത സൗണ്ടൊക്കെ കേൾക്കുകയാണ്. ഹീറോയാണെങ്കിൽ പേടിച്ച് തലകറങ്ങി വീഴുന്നു. ഹീറോയുടെ അച്ഛനാണെങ്കിൽ അവരെ അന്വേഷിച്ച് അവിടേക്ക് വരുന്നു. അച്ഛനാണെങ്കിൽ അവനെ വിളിച്ചുകൊണ്ട് വീട്ടിലേക്ക് കൊണ്ടുവന്നു. അവൻ വന്ന് കണ്ണു തുറന്ന് നോക്കിയപ്പോൾ അവന്റെ അനിയനെ കാണാനില്ല. അവനാണെങ്കിൽ മിസ്സിംഗ് ആയി പോയിരിക്കുന്നു. അപ്പോൾ അച്ഛൻ പറഞ്ഞ ആ കൊക്കറാച്ചിയുടെ കഥ സത്യമായിരിക്കാം. അതുകൊണ്ട് തന്നെ ചെറുപ്പം തൊട്ട് തന്നെ ഹീറോയ്ക്ക് ചെറിയതായിട്ട് പേടിയുണ്ട്. ആ മാസ്ക് ഇട്ട ആ കില്ലറെ കാണുമ്പോൾ ഹീറോയ്ക്ക് മനസ്സിലാവുന്നു ആ പോലീസുകാരനല്ല, മറ്റേതോ ഒരുത്തനാണ്. എന്തായാലും അവനെ കണ്ടുപിടിക്കണമെന്ന് ഹീറോ തീരുമാനിക്കുന്നു. ഈ കേസ് കണ്ടുപിടിക്കാനായിട്ട് അവിടുത്തെ ലോക്കൽ പോലീസ് സ്റ്റേഷനിലുള്ള സച്ചിനെ വിളിക്കുന്നു. ഹീറോ പറയാണ്, രാത്രി സമയത്ത് എല്ലാ പോലീസുകാരും വന്ന് നിന്ന് കഴിഞ്ഞാൽ എന്തായാലും അവനെ കിട്ടാൻ പോകുന്നില്ല. പകരമായിട്ട് ഏതെങ്കിലും ഒരു പോലീസുകാരനെ മാത്രം റോഡിന്റെ നടുക്ക് നിർത്തുക, എന്നിട്ട് നിങ്ങളെല്ലാവരും പോലീസ് സ്റ്റേഷനിലേക്ക് തിരിച്ചു പോവുക. അങ്ങനെയാണെങ്കിൽ ആ കില്ലർ എന്തായാലും അങ്ങോട്ടേക്ക് വരും. ഹീറോ ഇങ്ങനെ ഒരു പ്ലാൻ ഇടുകയാണ്. SI സച്ചിനും അത് അംഗീകരിക്കുന്നു. ഇപ്പോഴാണെങ്കിൽ ആ കില്ലർ ആണെങ്കിൽ ഒരു ടിസ്റ്റ് കൊടുക്കുന്നു. സാധാരണ ആ നാട്ടിലുള്ള ആൾക്കാരെ മാത്രമായിരുന്നു ആ കില്ലർ കൊന്നിരുന്നത്. എന്നാൽ ആ പോലീസുകാരനെ തന്നെ ആ കില്ലർ കൊന്നിരിക്കുന്നു. അന്ന് രാത്രി ഇരുന്ന ആ കോൺസ്റ്റബിളിനെ കൊടൂരമായിട്ട് ആ കില്ലർ കൊന്നിരിക്കുന്നു. ഹീറോയുടെ പ്ലാനിങ് എല്ലാം ചീറ്റിപ്പോയിരിക്കുന്നു. SIക്കാണ് ഇത് കണ്ടിട്ട് സങ്കടമാകുകയാണ്. അയാൾക്ക് ഭയങ്കരമായിട്ട് ദേഷ്യമാക്കുന്നു. അതുകൊണ്ട് തന്നെ ഹീറോയെ വിളിച്ചുകൊണ്ട് പോകുന്നു. ഹീറോയെ വഴക്ക് പോലും പറയുന്നുണ്ട്. അതിനുശേഷം ഇപ്പോൾ ഷ്യാമിനെ കാണിക്കുന്നു. ഷ്യാമിനും ഇപ്പോൾ പോലീസുകാരിൽ നിന്ന് ഭയങ്കരമായ പ്രശ്നമുണ്ടായിരിക്കുന്നു. കോൺസ്റ്റബിളിനെ പോലും ഇപ്പോൾ ആ കില്ലർ കൊന്നിരിക്കുന്നു. നിങ്ങൾക്ക് എന്താ ആരെ പിടിക്കുവാനായി കഴിയില്ലേ എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് അവിടുത്തെ മേലുദ്യോഗസ്ഥരെല്ലാം അവനെ വഴക്ക് പറയുന്നു. ശ്യാമു വന്ന് ഇപ്പോൾ ഹീറോയെ വന്ന് കാണുകയാണ്. അപ്പോൾ ഹീറോ പറയണം, എന്നോട് ക്ഷമിക്കണം. ഇപ്പോൾ ശംഭു പറയുന്നു, അതിൻ്റെ ആവശ്യമൊന്നുമില്ല, നീ എന്തായാലും ഈ കേസ് അന്വേഷിക്കാൻ നടക്കുന്നു, അതുപോലെ തന്നെയാണ് ഞാനും ഈ കേസ് അന്വേഷിക്കുന്നത്. എന്തായാലും നമുക്ക് രണ്ടുപേർക്കും കൂടി ചേർന്ന് എന്തായാലും ഈ കേസ് കണ്ടുപിടിക്കണമെന്ന് തീരുമാനിക്കുന്നു. ഹീറോയും പോലീസുകാരൻ ശംഭുവും കൂടെ കൈയോർത്ത് ആ കേസ് അന്വേഷിക്കുന്നു. അവരാണെങ്കിൽ ആ ബോഡി പരിശോധിക്കുകയാണ്.
അപ്പോൾ ഒരു കാര്യം മനസ്സിലായി, കൊടൂരമായായിരുന്നു ആ വില്ലൻ കൊന്നിരിക്കുന്നത്. എന്നാലോ ഈ പോലീസ് ഓഫീസറിനെ മാത്രം അത്രയ്ക്ക് കൊടൂരമായിട്ടല്ല കൊന്നിരിക്കുന്നത്. സോ അതുകൊണ്ട് തന്നെ അവനാണെങ്കിൽ കൊലപാതകം നിർത്താനുള്ള പ്ലാനിങ് ആണ്. കൊല ചെയ്യാനുള്ള ഇൻട്രസ്റ്റ് അവന് കുറഞ്ഞിരിക്കുന്നു. എന്നാലോ പരിശോധിക്കാൻ കൊണ്ടുവന്ന ഈ ബോഡി ശരിക്കുമുള്ള ബോഡി അല്ലായിരുന്നു. അതിനകത്തായിരുന്നു ഒരു ട്വിസ്റ്റ് ഉണ്ടായിരുന്നത്. കാരണം ഹീറോയാണെങ്കിൽ ആ കില്ലറെ കണ്ടുപിടിക്കാനായിട്ട് ഇപ്പോൾ പരിശോധിക്കാനുള്ള ബോഡിയെ മാറ്റി വേറൊരു ബോഡിയാണ് കൊണ്ടുവച്ചിരിക്കുന്നത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ കൊന്നിരിക്കുന്ന ബോഡിയിൽ ശക്തി കുറഞ്ഞതായിട്ടുള്ള ആഴത്തിലുള്ള മുറിവുകൾ മാത്രമേ ഉള്ളൂ. അത് കാണിച്ച് നാട്ടുകാരിൽ നിന്ന് പേടി മാറ്റുവാനും അതിനുശേഷം ആ കില്ലറെ കണ്ടുപിടിക്കാനാണ് ഹീറോയുടെ പ്ലാനിങ്. ഇന്ന് രാത്രി തന്നെ ആ കില്ലർ വരും. അവനെ പിടിക്കാനായിട്ട് ഹീറോയാണെങ്കിൽ ഒരു പ്ലാൻ ചെയ്യുന്നു. ഹീറോ വിചാരിച്ചതുപോലെ തന്നെ ആ കില്ലർ അങ്ങോട്ടേക്ക് വരുന്നു. വേറൊരാളെ കൊല്ലുവാനായി ശ്രമിക്കുന്നുണ്ട്. ആ കില്ലർ ആണെങ്കിൽ അയാളെ കൊല്ലുവാനായിട്ട് ഇപ്പോൾ കാട്ടിക്കൂടെ ഓടിക്കൊണ്ടിരിക്കുകയാണ്. ഹീറോയും കൂട്ടുകാരെല്ലാരും കൂടെ ചെന്ന് ഇപ്പോൾ കില്ലറെ വളഞ്ഞിരിക്കുകയാണ്. അവസാനം കില്ലർ ഇപ്പോൾ അവരുടെ കീഴിലായി. ഇപ്പോൾ പോലീസ് സ്റ്റേഷനിൽ ആ കില്ലറെ കൊണ്ടുവരികയാണ്. അതിനുശേഷം മുഖംമൂടി മാറ്റി നോക്കുകയാണ്, ആരാണ് ആ കില്ലർ എന്ന് പറഞ്ഞുകൊണ്ട്. ഇപ്പോഴാണ് മറ്റൊരു ട്വിസ്റ്റ്. ആ നാട്ടിലേക്ക് വീഡിയോ എടുക്കാൻ വന്ന ജേർണലിസ്റ്റ് ജോമോ എന്ന് പറഞ്ഞ ഒരുത്തൻ, ഇവനാണ് ഈ കൊലകളെല്ലാം ചെയ്തിരുന്നത്. എന്നാലോ പോലീസുകാരൻ നീ എന്തിനാണ് ഈ കൊലകളെല്ലാം ചെയ്തതെന്ന് അവനോട് ചോദിക്കുകയാണ്. അതിന്റെ കാരണം എന്താന്ന് വെച്ചാൽ ജോമോൻ ജനിച്ച സമയത്ത് അവന്റെ അമ്മ മരിച്ചുപോയി. അവന്റെ അച്ഛനാണെങ്കിൽ പീറ്റർ ഭയങ്കര മദ്യപാനിയായിരുന്നു. അവനാണെങ്കിൽ അമ്മയെ കൊന്നവൻ എന്നൊക്കെ പറഞ്ഞ് അവനെ വഴക്ക് പറയുമായിരുന്നു. അവന്റെ അച്ഛനാണെങ്കിൽ അവനെ ഇഷ്ടമല്ലായിരുന്നു. അതുകൊണ്ട് തന്നെ റൂമിൽ കൊണ്ടുപോയിട്ട് അവനെ എപ്പോഴും അടിക്കുമായിരുന്നു. ജോമോനാണെങ്കിൽ ചെറുപ്പത്തിൽ തന്നെ അവന്റെ അച്ഛൻ്റെ നിന്ന് ക്രൂരമായ അനുഭവങ്ങൾ ഉണ്ടായിരുന്നു. ഒരുപാട് അടിക്കുകയും മർദ്ദനവും അനുഭവിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ അവനൊരു സൈക്കോ ആയി മാറി. ഒരു വാദിയാരാണെങ്കിൽ അവനെ ആണെങ്കിൽ ആ റൂമിൽ നിന്ന് കൊണ്ടുപോയിട്ട് അവനെ നന്നായി പഠിപ്പിക്കാനായി ശ്രമിച്ചു. ആ വാദിയാരാണെങ്കിൽ അവനെ നന്നായി പഠിപ്പിച്ചു. അതുകൊണ്ട് തന്നെ ആ വീട്ടിൽ അവൻ സന്തോഷത്തോടെ ജീവിക്കാൻ തുടങ്ങി. ആ വാദിയാരാണെങ്കിൽ അവനോട് പറയാണ്, ഞാൻ കുറച്ച് ദിവസങ്ങൾ ഇവിടെ കാണത്തില്ല, അതുകൊണ്ട് നീ ബുക്കുകൾ നിന്റെ തന്നിട്ടുണ്ട്, ഇത് മൊത്തം നീ പഠിക്കണമെന്ന് പറഞ്ഞിട്ട് അവിടുന്ന് പോവുകയാണ്. അവൻ കൊടുത്ത ബുക്കിനകത്ത് സൈക്കോ കൊലപാതകമായ ബൂഗിബർ എന്ന് പറഞ്ഞ ഒരാളുടെ കഥയുണ്ടായിരുന്നു. അവൻ ആ ബുക്കുകളെല്ലാം വായിക്കാൻ തുടങ്ങിയപ്പോൾ തന്നെ അവന്റെ സൈക്കോയായി മാറാൻ തുടങ്ങി. ആ വാദിയാർ വരുമ്പം പറയാണ്, ഞാൻ തന്ന ബുക്കുകളെല്ലാം പഠിച്ചു, അതിനകത്ത് ബൂഗിമാന്റെ കൊലയും അവൻ ചെയ്തതെല്ലാം എനിക്കിഷ്ടമായി. ആ ബുക്കിലെ ഇൻസ്പിറേഷൻ കാരണം എനിക്കൊരാളെ കൊല്ലേണ്ടതായിട്ടും വന്നു, അത് ആരാന്ന് ഞാൻ കാണിക്കാമെന്ന് പറഞ്ഞുകൊണ്ട് ആ വാദിയാരെ കൂട്ടിക്കൊണ്ട് അങ്ങോട്ടേക്ക് പോകുന്നു. അവന്റെ അച്ഛൻ മേടിച്ചുകൊണ്ട് വന്ന പന്നിയെ അവൻ കൊടൂരമായി കൊന്നിരിക്കുന്നു. ഇതറിഞ്ഞ് അവന്റെ അച്ഛൻ അവനെ അടിച്ച് ശരിയാക്കിയാണ്. ഈ സമയം ജോമോനെ അവിടുന്ന് രക്ഷിച്ചത് ആ വാദിയാരാണ്. അവനെ അവിടുന്ന് മാറ്റിയതിനു ശേഷം അവന്റെ അച്ഛനെ കൊല്ലുകയാണ്. അത് കൊന്നത് വേറെ ആരുമല്ല, ആ വാദിയാരാണ്. ആ വാദിയാരെ നേരത്തെ തൊട്ട് തന്നെ ഒരു സൈക്കോ ആയിരുന്നു. ആ വാദിയാർ കൊല്ലുന്നത് പോലെ തന്നെ ജോമോന് കൊല്ലുവാനാണ് അവനെ കൂട്ടിക്കൊണ്ട് പോയിരുന്നത്. വാദിയാർ പറഞ്ഞുകൊണ്ട് തന്നെ അച്ഛനെ തന്നെ ജോമോനാണെങ്കിൽ അടിച്ചടിച്ച് കൊല്ലുകയാണ്. കുട്ടി മനസ്സിൽ തന്നെ നേരത്തെ തൊട്ടുണ്ടായിരുന്ന വിഷമങ്ങളെല്ലാം അച്ഛനെ കൊടൂരമായി അടിച്ചു കൊന്ന് തീർക്കുകയാണ്. അതിനുശേഷം അവൻ പഠിച്ചൊരു ജേർണലിസ്റ്റായി മാറുന്നു. എന്നാൽ അവൻ ജോലിക്ക് വന്ന സ്ഥലത്ത് അവന്റെ മാനേജർ ആണെങ്കിൽ അവനെ വഴക്ക് പറയുമായിരുന്നു, നിനക്ക് മര്യാദയ്ക്ക് ജോലി ചെയ്യാൻ അറിയില്ലേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട്. ആ മാനേജർ അങ്ങനെയൊക്കെ സംസാരിച്ചത് കൊണ്ട് തന്നെ കുട്ടിക്കാലത്ത് അവൻ അനുഭവിച്ച കാര്യങ്ങളെല്ലാം ഓർക്കുകയും അവിടെയുള്ള ആണുങ്ങളെ എല്ലാം കൊല്ലുവാനായി തീരുമാനിക്കുകയും ചെയ്യുന്നു. അങ്ങനെ അവനൊരു സൈക്കോയായി മാറി രാത്രി സമയം അവിടെയുള്ള ആണുങ്ങളെ എല്ലാം കൊടൂരമായി കൊല്ലുന്നു. ഇതെല്ലാം കേട്ടിട്ട് ഹീറോ പറയാണ്, ഇവ മാത്രമല്ല കൊന്നത്, മറ്റേതോ ഒരു സൈക്കോ കൂടി ഉണ്ടെന്ന് പറയാണ്. അതേ, ഹീറോ പറഞ്ഞത് ശരിയാണ്. അന്ന് രാത്രി തന്നെ മറ്റൊരു സൈക്കോ വന്നിട്ട് വേറൊരാളെ കൊടൂരമായി കൊല്ലുകയാണ്. അവിടെ ഒരു ചുമരിൽ എഴുതി വെച്ചേക്കുകയാണ്, ജോമോനെ വിട്ടില്ലെങ്കിൽ ഇനിയും തുടരും, കുറെ കൊലപാതകങ്ങൾ ചെയ്യുമെന്നാണ് അതിൽ എഴുതിയിരിക്കുന്നത്. ഇതെല്ലാം ആ കില്ലർ എഴുതി വെച്ചിട്ട് അവിടുന്ന് പോവുകയാണ്. ഹീറോ പറയാണ്, എന്തായാലും ഇവനെയും പിടിക്കാൻ ഭയങ്കര റിസ്ക് ആയിരിക്കും, അതുകൊണ്ട് തന്നെ ഇവിടെ നാട്ടിലുള്ള 50 വീട്ടിലുള്ളവരോടെല്ലാം സേഫ് ആയിട്ട് ഇരിക്കാനായി പറയണം. എന്നാൽ അവിടെയുള്ള ഒരു വീട്ടിൽ പ്രായമുള്ള ആളും കുട്ടികളുമാണ് ഉള്ളത്. എന്നാൽ അവരെ വെച്ച് നമുക്ക് ആ കില്ലറെ പിടിക്കാമെന്ന് പറഞ്ഞുകൊണ്ട് ഇവർ പ്ലാൻ ചെയ്യുകയാണ്. അതുപോലെ തന്നെ അവിടെ ആ കില്ലർ വരികയാണ്. ആ സൈക്കോ വന്നിട്ട് ആ പ്രായമുള്ളവരും കുട്ടികളെയും കൊല്ലുവാനായി ശ്രമിക്കുകയാണ്. അതേ സമയത്താണ് ശംഭു വന്നിട്ട് സൈക്കോയെ പിടിക്കുകയും അടിക്കുകയും ചെയ്യുന്നു. അവനാണെങ്കിൽ ആ മാസ്ക് മാറ്റി നോക്കുകയാണ്. അപ്പോഴാണ് അടുത്ത ട്വിസ്റ്റ്, അതിനകത്തും ജോമോൻ തന്നെയാണ് ഉണ്ടായിരിക്കുന്നത്. ഇപ്പോൾ 2 ജോമോന്മാരുണ്ട്. അപ്പോൾ ഇവർ ടിൻസ്. ഇതെങ്ങനെ ഹീറോയ്ക്ക് മനസ്സിലായെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആദ്യം ഇവര് പിടിച്ചുകൊണ്ട് വന്ന സൈക്കോയാണെങ്കിൽ റൈറ്റ് ഹാൻഡർ ആണ്. എന്നാലോ ഇപ്പോഴത്തെ കൊലപാതകം അതിന് ശേഷം ചെയ്തിരിക്കുന്നതിൽ അവൻ എഴുതി വെച്ചിരിക്കുന്നത് കണ്ടില്ലേ, അതപ്പോൾ ലെഫ്റ്റ് ഹാൻഡർ. അതോടെയാണ് അവൻ പറഞ്ഞ കഥകളിൽ നിന്നും ഹീറോയ്ക്ക് മനസ്സിലായി അവർ 2 ട്വിൻസുകളാണ്. ഇവർ രണ്ടുപേരും ഉണ്ടായപ്പോഴാണ് ഇവർ അമ്മ മരിച്ചു പോയത്. അതിന്റെ ദേഷ്യം ഇവർ അച്ഛനാണെങ്കിൽ ഇവർ രണ്ടുപേരും തീർത്തിരുന്നു. ഒരുപാട് കഠിനമായി ഇവരെ അടിക്കുകയും ചെയ്തിരുന്നു. അതുകൊണ്ട് തന്നെ ഇവർ രണ്ടുപേരും സൈക്കോളായി മാറിയിരുന്നു. ഇവരെ രണ്ടുപേരെയും ആ വാദിയാർ കൊണ്ടുപോയിട്ട് സൈക്കോകളാകാനുള്ള ബുക്കുകളൊക്കെ കൊണ്ടുപോയി പഠിപ്പിച്ച് അവരെയും കൂടെ സൈക്കോകളാക്കി മാറ്റിയിരുന്നു. ഈ 2 ഇരട്ടകളുമാണ് ഈ കൊലപാതകത്തിന് പിന്നിൽ മനസ്സിലാകുകയാണ്. അതോടെ തന്നെ ഹീറോയാണ് ഈ കേസ് തെളിയിക്കുകയാണ്. ശംഭു ആണെങ്കിൽ ആ
കേസ് കഴിഞ്ഞിട്ട് തിരിച്ചു പോകുന്നതിന് മുമ്പ് ഹീറോയെ കണ്ട് പറയാണ്, നീയാണ് ഈ നാട്ടിലെ കേസുകളെല്ലാം തെളിയിക്കേണ്ടത്, നിന്റെ കൂടെ ഞാനും എപ്പോഴും ഉണ്ടാകും, നമ്മൾ നല്ല സുഹൃത്തുക്കളാകാമെന്ന് പറഞ്ഞിട്ട് അവൻ അവിടുന്ന് പോവുകയാണ്. ഇതോടെ ഈ കഥ ഇവിടെ അവസാനിക്കുകയാണ്. എൻ്റെ എക്സ്പ്ലനേഷൻ ഇഷ്ടപ്പെട്ട ഈ വീഡിയോയ്ക്ക് ഒരു ലൈക്ക് ചെയ്ത് നിങ്ങളുടെ ഫ്രണ്ട്സിനും ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യാനും മറക്കേണ്ട. ബൈ.